പെണ്ണഴക് ഭാഗം 3. വീട്ടിലെത്തി ഹർഷൻ ജയന്തിയോടും നിമയോടും കാര്യം അവതരിപ്പിച്ചപ്പോൾ അവരും ഞെട്ടിപ്പോയിരുന്നു. മോനെ, ഒരു കണ്ണണത്ത കുട്ടിയാണോ നീ വിവാഹം കഴിക്കാൻ പോണത്? ജയന്തി സങ്കടത്തോടെ ചോദിച്ചു. അവൾക്ക് വേണ്ടി കാണാൻ എനിക്ക് കണ്ണുകളില്ലേ അമ്മേ? അതായിരുന്നു അവൻ്റെ മറുപടി. മോനെ, എന്നാലും ജയന്തി ഒന്നുകൂടി പറഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ ഇരുട്ടിലാക്കിയത് ഈശ്വരനല്ലേ അമ്മേ? ഇപ്പോൾ എന്നെ അമ്മയ്ക്ക് അങ്ങനെയാണ് കിട്ടിയിരുന്നതെങ്കിൽ കനി അവളുടെ അമ്മയും അച്ഛനും ഉപേക്ഷിച്ചതുപോലെ അമ്മ എന്നെ ഉപേക്ഷിക്കായിരുന്നോ? ഹർഷൻ വേദനയോടെ ചോദിച്ചു. ഹർഷ, നീ ഇതെന്തൊക്കെയാ മോനെ? നീ ഞങ്ങളുടെ മോനല്ലേ, ഞങ്ങൾ ഉപേക്ഷിക്കുമോ നിന്നെ? ജയന്തി വിതുമ്പി. അവൻ പുഞ്ചിരിച്ചു. അവളെ ഞാൻ കെട്ടിക്കോട്ടെ അമ്മേ. അവൾക്ക് കാണാൻ പറ്റാത്തതെല്ലാം എനിക്ക് കാണാലോ, എനിക്കറിയാലോ. ഞാൻ നോക്കിക്കോളാം അമ്മേ. അവൻ്റെ വാക്കുകൾ ഇടറി, കണ്ണുകൾ നിറഞ്ഞു. ജയന്തി അവൻ്റെ കവിളിൽ സ്നേഹത്തോടെ തലോടി. മോൻ്റെ ഇഷ്ടം, അവർ വാത്സല്യത്തോടെ പറഞ്ഞു. ഹർഷൻ സന്തോഷത്തോടെ അവരുടെ കവിളിൽ ചുണ്ടമർത്തി. പക്ഷേ ഈ നേരം അത്രയും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നിമയെ കണ്ട് ഹർഷൻ അവളെ സംശയത്തോടെ നോക്കി. മോളെ, നിനക്കിഷ്ടായില്ലേ ഏട്ടൻ്റെ ഈ തീരുമാനം? അവളെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നാ നീ ഉപദ്രവിക്കുക അവളെ? ഹർഷൻ പേടിയോടെ നിമയോട് ചോദിച്ചു. നിമ അവനെ കൂർപ്പിച്ചു നോക്കി. ദേ ഏട്ടാ, വേണ്ടാട്ടോ, ഞാനെന്താ അത്രയ്ക്ക് ദുഷ്ടയാണോ? പരിഭവത്തോടെ അവൻ്റെ മടിയിൽ കയറിയിരുന്നു അവൾ. ഹർഷൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ എന്താ എൻ്റെ കുട്ടിയുടെ പ്രശ്നം? അവൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലേട്ടാ. ആദ്യമായിട്ട് കനി അടിച്ചിട്ട് വന്ന അന്ന് അവളെക്കുറിച്ച് ദേഷ്യത്തോടെ പറഞ്ഞ ആൾക്ക് ഇപ്പം എന്താ പറ്റിയതെന്ന് ഓർക്കായിരുന്നു ഞാൻ. സഹതാപാണ് ഏട്ടാ ആ കുട്ടിയോട്. അങ്ങനെയാണെങ്കിൽ വേണ്ട ഏട്ടാ, പാവമല്ലേ? നിമ വിഷമത്തോടെ ചോദിച്ചു. സഹതാപോ? എന്തിനാ മോളെ? അവളോട് എനിക്കൊരു സഹതാപവും ഇല്ല, അവൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ എന്താ ഉള്ളത്? അവൾ കുറുമ്പോടെ ചോദിച്ചു. പ്രണയമാണ് മോളൂസേ ഇത്. അവൻ കുറുമ്പോടെ അവളുടെ മൂക്കിൽ തട്ടി. നിമ ചിരിച്ചു. എന്ന് തുടങ്ങി? അവൾ ചോദിച്ചു. അറിയില്ല, എപ്പോഴും തോന്നി. അന്ന് അവൾ അടിച്ചില്ലേ, അതിനുശേഷം അവളെ കാണാൻ ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അവളെ കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അവളെ കാണാൻ വീണ്ടും പോയത്. അന്ന് അവളോട് സംസാരിക്കുമ്പോൾ തന്നെ ഹൃദയമാകെ നിറഞ്ഞ് കവിയുന്നുണ്ടായിരുന്നു. ഒരിഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അന്ന് തലതാഴ്ത്തി നിന്ന് അവൾ പെട്ടെന്ന് മുഖം ഉയർത്തിയില്ലേ, ഉഫ്! ആ നിമിഷം ഇപ്പോഴും ഓർക്കുമ്പോൾ മനസ്സിൽ ഒരു മഞ്ഞ് വീണുടഞ്ഞതുപോലെ തോന്നും. അത്രത്തോളം സന്തോഷം തോന്നിയിരുന്നു. അവൻ പുഞ്ചിരിച്ചു. അപ്പോഴും ഇഷ്ടമായിരുന്നല്ലേ? നിമ കുറുമ്പോടെ ചോദിച്ചു. അവൻ ചിരിയോടെ അതേന്ന് തലയാട്ടി. അപ്പോൾ കാഴ്ചയില്ലെന്നറിഞ്ഞപ്പോൾ എന്തു തോന്നി? അവൾ ചോദിച്ചു. ഞെട്ടിപ്പോയി ഞാൻ. പിന്നെ അവളെയാണല്ലോ അന്ന് ഞാൻ ഒന്നും ഓർക്കാതെ അടിച്ചതെന്ന് ഓർത്തപ്പോൾ ഉള്ളൊരു സങ്കടം. പക്ഷേ അപ്പോഴും സഹതാപമൊന്നും തോന്നിയിട്ടില്ല എനിക്ക് അവളോട്. ഇഷ്ടം കുറഞ്ഞിട്ടുമില്ല. അവളോടുള്ള ഇഷ്ടം ഇങ്ങനെ നെഞ്ചു കിടന്ന് വിങ്ങാൻ തുടങ്ങിയിട്ട് നാള് കുറേ ആയി. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. കള്ള കാമുക! നിമ ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ചു. ഹർഷനും അവളെ ചേർത്തു പിടിച്ചു. ജയന്തിയും നിറഞ്ഞ മനസ്സോടെ കനിയെ സ്വീകരിക്കാൻ തയ്യാറായി. രാത്രിയിൽ പതിവ് പോലെ ചന്ദ്രുവിൻ്റെയും കിരണിൻ്റെയും മറ്റു 2-3 പേരുടെയും ശബ്ദം കനി കേട്ടു. ആകെ നിറയുന്ന ഭയം. പക്ഷേ ഒരു അരമണിക്കൂറിനുള്ളിൽ ആ ശബ്ദങ്ങളെല്ലാം നിലച്ചുപോയി. കനി വാതിൽക്കലേക്ക് ചെവി ചേർത്ത് വെച്ചു. പുറത്തുനിന്നും ചന്ദ്രവും കൂട്ടുകാരും കരയുന്ന ശബ്ദം കേൾക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പക്ഷേ തോന്നലാകുമെന്ന് കരുതി അവൾ അങ്ങനെ തന്നെ ഇരുന്നു. പതിയെ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല വാതിലിനു പുറത്ത് അവൾക്ക് കാവലായി ഹർഷനുണ്ടെന്ന്. ഇനി മേല നീയൊക്കെ എൻ്റെ പെണ്ണിനെ ശല്യം ചെയ്താ ഇപ്പം കിട്ടിയതുപോലെ ആയിരിക്കില്ല. ഒന്നിനെയും ബാക്കി വെക്കില്ല ഈ ഹർഷൻ, മനസ്സിലായോടാ? ഹർഷൻ ചന്ദ്രുവിൻ്റെ ചോര ഒലിക്കുന്ന ചുണ്ടിലേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഇല്ല, ഇനി ഒരു ശല്യവും ചെയ്യില്ല. ചന്ദ്രു അവന് നേരെ കൈകൂപ്പി. ഹർഷൻ അവൻ്റെ മുഖത്തിനിട്ട് ഒന്നുകൂടി കൊടുത്തു. ചന്ദ്രു അവനെ തളർച്ചയോടെ നോക്കി. പോകിനടാ എല്ലാം, ഇനി പരിസരത്തെങ്ങാനും കണ്ട. ഹർഷൻ നിലത്ത് തല്ലി ഒതുക്കിയിട്ടിരിക്കുന്ന ചന്ദ്രുവിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. ചന്ദ്രുവും അവന്മാരും കിട്ടിയ ജീവനും കൊണ്ട് അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി. ഹർഷൻ നേരം വെളുക്കും വരെ കനിയുടെ വീടിന് മുന്നിൽ കാവലിരുന്നു. നല്ല ഉറപ്പുള്ള വാതിലാണ്, എങ്കിലും അത് ചവിട്ടിയാൽ തുറക്കുമെന്ന് അവന് അറിയാമായിരുന്നു. അവനൊന്ന് നിശ്വസിച്ചു. അടുത്ത ദിവസം രാവിലെ അവൾ ജോലിക്ക് പോകുമ്പോൾ വത്സല അവൾക്കൊരു വിവാഹാലോചന വന്ന കാര്യം കനിയെ അറിയിച്ചു. കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയിരുന്നു. അയാൾക്ക് എന്താണ് കുറവെന്ന് ചോദിച്ചപ്പോൾ ഒരു കുറവുമില്ല, സുന്ദരനായൊരു ചെറുപ്പക്കാരനാണെന്നായിരുന്നു വത്സലയുടെ മറുപടി. അവൾക്ക് തെല്ലും അത്ഭുതം തോന്നി. ഒരു കുറവുമില്ലാത്ത ആൾക്ക് ഈ കണ്ണുപൊട്ടി ഇഷ്ടായിരുന്നോ? അവൾ മനസ്സിൽ ചോദിച്ചു. എങ്കിലും അത് വേണ്ട എന്നവൾ പറഞ്ഞു. വത്സല അവളോട് ആ വിവാഹത്തിന് സമ്മതിക്കാൻ പറഞ്ഞു. രാത്രിയിലെ ആളുകളുടെ ശല്യം, അവരുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ എല്ലാം അവളെ ഓർമ്മിപ്പിച്ചു കൊടുത്തു അവർ. ആലോചിച്ചപ്പോൾ ഒരു പക്ഷേ ഇതൊരു നല്ല തീരുമാനം ആയെങ്കിലോ എന്നൊരു ചിന്ത അവളിലും വന്നു.
മനസ്സോടെ അല്ലെങ്കിലും അവൾ വിവാഹത്തിന് സമ്മതിച്ചു. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ജയന്തിയുടെ ആരോഗ്യം ഓക്കെ ആയതുകൊണ്ട് തന്നെ അവരും നിമയും കൂടി വന്ന് കനിക്ക് കല്യാണ സാരിയും ആഭരണങ്ങളും എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു. കല്യാണ സാരിയിലൂടെ കൈ ചലിപ്പിച്ച് അതിന്റെ ഭംഗി അറിയുമ്പോൾ കനിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ജയന്തിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. നിമയും അവളോട് കൂട്ടായി. ഈ ദിവസങ്ങളിലൊന്നും പിന്നീട് ആ ബുള്ളറ്റിന്റെ ശബ്ദം കനിയെ തേടി വന്നില്ല. അതവളിൽ പേരറിയാത്തൊരു നൊമ്പരം തീർത്തെങ്കിലും പതിയെ അവൾ അതുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ ഒരാഴ്ച കൂടി കടന്നുപോയി. ഇന്നാണ് ഹർഷന്റെയും കനിയുടെയും വിവാഹം. ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായൊരു ചടങ്ങ്. വൈകുന്നേരം കുറച്ച് ബന്ധുക്കളെയും ബാങ്കിലെ സ്റ്റാഫിനെയും വിളിച്ച് ഒരു ചെറിയ റിസപ്ഷൻ കൂടി. അതാണ് പ്ലാൻ. മണ്ഡപത്തിൽ കയറി നിമ പിടിച്ചു നിർത്തിയ ഭാഗത്തേക്ക് നോക്കി അവൾ കൈ കൂപ്പി നിന്നു. ചുവന്ന പട്ടുസാരി ഉടുത്ത് മിതമായ ആഭരണങ്ങളും ധരിച്ച് സുന്ദരിയായി നിൽക്കുന്ന തൻ്റെ പെണ്ണിൽ മാത്രമായിരുന്നു അപ്പോൾ ഹർഷന്റെ കണ്ണുകൾ. പക്ഷെ അപ്പോഴേക്കും കനിക്ക് തൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു തുടങ്ങിയിരുന്നു. അരികിൽ നിൽക്കുന്ന ആളുടെ പെർഫ്യൂമിന്റെ സ്മെൽ മുൻപെപ്പോഴോ അറിയാവുന്നതുപോലെ. മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു തണുപ്പ് പടരുന്നത് പോലെ. അതേ നിമിഷം തന്നെ ഹർഷന്റെ കൈകൾ കനിയുടെ കഴുത്തിൽ ഒരു കുഞ്ഞു താലിയോട് കൂടിയ മാല മുറുക്കി കെട്ടിക്കഴിഞ്ഞിരുന്നു. ചെവിയിലറിയുന്ന അവന്റെ നിശ്വാസം. കനി വിയർത്തുപോയി. അത്രമേൽ അറിയാവുന്ന ആരോ. അവളുടെ ഹൃദയം ചൊല്ലി. സീമന്തരേഖയിൽ അവനാൽ സിന്ദൂരം പടർന്നപ്പോൾ അവളൊന്ന് തേങ്ങി. ഹർഷൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. അവൻ്റെ കണ്ണുകളും ഈറനായിരുന്നു. കനി വിറച്ചുകൊണ്ട് അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവളെ ഒന്നുകൂടി തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു. ചെവിയിലേക്ക് അവൻ്റെ മുഖം അരിച്ചു കയറി. ഓയ് അഹങ്കാരി, എനിക്കെൻ്റെ ഫോൺ പൊട്ടിയതിൻ്റെ ക്യാഷ് തരണോട്ടോ. കുറുമ്പോടെ ഹർഷൻ അവളുടെ ചെവിയിൽ പറഞ്ഞു. കനി ഞെട്ടി. തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ ആൾ ആരാണെന്ന് അവൾക്ക് ആ നിമിഷം മനസ്സിലായി. ശരീരമാകെ വിറച്ചുപോയി. ഹർഷൻ മഹാദേവൻ, കനിമൊഴിയുടെ ഭർത്താവ്. പ്രണയം നിറഞ്ഞ സ്വരത്തോടെ അവളോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്നും അകന്നു മാറി. കനി മുഖം കുനിച്ചു കളഞ്ഞു. ഹർഷന് ചിരി വന്നു. പാവം, പേടിച്ചു കാണും. അവൻ ചിരിയോടെ ഓർത്തു. ചടങ്ങെല്ലാം കഴിഞ്ഞ് വത്സലയോടും വിനയനോടും മറ്റുള്ളവരോടും കനി യാത്ര പറഞ്ഞു. മൊഴി. പെട്ടെന്ന് അരികിൽ നിന്നും അത്രമേൽ ആർദ്രമായ സ്വരം. ആ സ്വരത്തിൽ പിടഞ്ഞുപോയി കനി. ഹർഷൻ അവളുടെ കൈ കോർത്തു പിടിച്ചു. കനി തപ്പിക്കൊണ്ട് അവൻ്റെ കൈക്ക് മുകളിൽ വിറയലോടെ കൈവച്ചു. നമുക്ക് പോവാം, അവൻ ചോദിച്ചു. അവൾ മൂളി. ഹർഷൻ അവളുടെ കയ്യിൽ പിടിച്ച് പതിയെ അവളുമായി മുന്നോട്ട് നടന്നു. അമ്മേ, കനി പോവാ, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ. അവൻ അവളെ കാറിലേക്ക് കയറ്റിയിരുത്തിയതും അവൾ മനസ്സുകൊണ്ട് അമ്മയോട് പറഞ്ഞു. ജയന്തിയും നിമയും അവർക്കൊപ്പം ആ കാറിൽ തന്നെ കയറി. ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു. ജയന്തി കനിയുടെ കയ്യിലേക്ക് വിളക്ക് വെച്ചു കൊടുത്തു. ഐശ്വര്യമായിട്ട് വലതുകാൽ വെച്ച് കയറുക മോളെ, ജയന്തി പറഞ്ഞു. കനി പുഞ്ചിരിച്ചു. മുന്നിൽ 2 സ്റ്റെപ്പ് ഉണ്ട് മൊഴി, ശ്രദ്ധിക്കണോട്ടോ, ഇല്ലെങ്കിൽ വീഴും. അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹർഷൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവൾ തലയാട്ടിക്കൊണ്ട് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. ഹർഷൻ അവളെ ശ്രദ്ധയോടെ പിടിച്ച് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. ജയന്തിയും നിമയും അത് കണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ നിന്നു. പ്രാർത്ഥിക്ക്, ഇവിടെ എല്ലാവരും ഉണ്ട്. മൊഴിക്ക് ഏറ്റവും ഇഷ്ടം ഏത് ദൈവത്തെയാണ്? ഹർഷൻ ചോദിച്ചു. എനിക്ക് എല്ലാവരും ഒരേപോലെയല്ലേ, എന്നാലും അമ്മ പറഞ്ഞു കേട്ട കഥയൊക്കെ വെച്ച് മഹാദേവനെ ഏറ്റവും ഇഷ്ടം, അവൾ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു. ആണോ? എന്നാ നിന്റെ മഹാദേവൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, പ്രാർത്ഥിച്ചോ. അവൻ അവളെ നേരെ പിടിച്ചു നിർത്തി. കനി കൈ കൂപ്പി പ്രാർത്ഥിച്ചു. എന്താണ് ഇതിൻ്റെ അർത്ഥം എൻ്റെ മഹാദേവ? ഇയാൾ എന്തിനാ എന്നെ വിവാഹം കഴിച്ചത്? ഒന്നും അറിയില്ല. പക്ഷെ എന്നും എന്നെ സ്നേഹിക്കണേ, എന്നെ വേദനിപ്പിക്കരുത്. സ്നേഹിക്കപ്പെടാൻ കൊതിയാവ കനിക്ക്. അവളൊന്ന് തേങ്ങി. അതേ നിമിഷം തന്നെ ഹർഷൻ അവളെ ചേർത്തു പിടിച്ച് അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. മൊഴി, അവൻ വിളിച്ചു. അവൾ മൂളി. വിഷമിക്കണ്ടാട്ടോ, നീ പേടിക്കണത് പോലെ ഒന്നും ഉണ്ടാവില്ല. അവളുടെ മനസ്സറിഞ്ഞതുപോലെ അവൻ പറഞ്ഞു. കനി ഒന്ന് പുഞ്ചിരിച്ചു. റിസപ്ഷൻ നടക്കുമ്പോൾ ഒരു നിമിഷം പോലും ഹർഷൻ അവളുടെ കൈകളിൽ നിന്നും തൻ്റെ കൈകൾ വേർപെടുത്തിയിരുന്നില്ല. പലരും സഹതാപത്തോടെ ഹർഷനെ നോക്കുന്നുണ്ട്. ചിലർ ഈ കണ്ണുപൊട്ടിയാണോ ആ തങ്കക്കുടം പോലുള്ള ചെക്കനെ കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട്. അവനോട് ചോദിക്കുന്നവരോടെല്ലാം ഇവൾക്കൊരു കുറവും എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ബാക്കിയുള്ളവരും അതോർത്ത് വിഷമിക്കേണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും എല്ലാവരുടെ സംസാരത്തിൽ നിന്നും ഹർഷൻ ഒരു സുന്ദരനാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്നിട്ടും എന്തിനെന്നെ കെട്ടിയേ? അവൾക്ക് അറിയുമായിരുന്നില്ല. രാത്രിയിൽ ജയന്തി കയ്യിൽ കൊടുത്ത പാലും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കനി. നിമ വന്ന് അവളെ പിടിച്ച് പതിയെ സ്റ്റെയർ കയറാൻ തുടങ്ങി. ശ്രദ്ധയോടെ അവൾക്ക് ഓരോ പടികളായി നിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ഒടുവിൽ മുകളിലെത്തി ഹർഷന്റെ റൂമിന്റെ ഡോർ തുറന്ന് അവളെ പിടിച്ച് ബെഡിലിരുത്തി നിമ. കനി പേടിയോടെ ബെഡിലൊക്കെ തപ്പി നോക്കി. മുല്ലപ്പൂവിന്റെ മണത്തോടൊപ്പം പൂവും കയ്യിൽ കിട്ടിയതും അവളൊന്ന് വിറച്ചു. അതേ, ഏട്ടത്തി പേടിക്കണ്ടാട്ടോ, എൻ്റെ ഏട്ടനൊരു പാവാ, ഏട്ടത്തിയെ നന്നായി നോക്കും, ഞാൻ പോവാണേ. കനിയുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്ത് അവളോട് ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് നിമ അവിടെ നിന്നും പോയി. കനി ചിരിയോടെ അവളുടെ കവിളിലൊന്ന് തൊട്ടു. ഹർഷൻ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് സെറ്റ് സാരിയൊക്കെ എടുത്ത് ബെഡിൽ പേടിയോടെ ഇരിക്കുന്ന കനിയെ അവൻ കണ്ടത്. അവനൊരു പുഞ്ചിരിയോടെ പോയി ഡോർ അടച്ചു. കനി ഞെട്ടിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. ആരാ? അവൾ പേടിയോടെ ചോദിച്ചു. അവൻ ഒന്നും മിണ്ടാതെ അവൾക്ക് അടുത്തേക്ക് വന്നു. സോപ്പിന്റെ മണം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. ഹർഷൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പേടിയോടെ ഉമിനീരിറക്കി. ആരാണെന്ന് മനസ്സിലായോ? ഹർഷൻ ആർദ്രമായി ചോദിച്ചു. അവൾ വിറയലോടെ മൂളി. ആണോ? എങ്കി പറ, ആരാ? അവൻ പ്രണയത്തോടെ ചോദിച്ചു. ഹർഷേട്ടൻ, അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. ഹർഷന്റെ കണ്ണുകൾ തിളങ്ങി. ഹർഷേട്ടൻ. അവൻ മനസ്സിലിട്ട് ആ പേര് ഒന്നുകൂടി പറഞ്ഞു നോക്കി. പതിയെ അവൻ ടേബിളിൽ നിന്നും പാൽ ഗ്ലാസ് എടുത്ത് അവളുടെ ചുണ്ടോട് ചേർത്തു. ആദ്യം ഹർഷേട്ടനാ. ഹർഷേട്ടൻ കുടിച്ചോ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇല്ല. ആദ്യം എൻ്റെ മൊഴി കുടിക്ക്, എന്നിട്ട് മതി എനിക്ക്. അവൻ്റെ സ്വരം പതിഞ്ഞുപോയി. പക്ഷേ അവൻ പറഞ്ഞ എൻ്റെ മൊഴി എന്ന വാക്കിൽ മാത്രം കുടുങ്ങിക്കിടന്നു കനിയുടെ മനസ്സ്. നെഞ്ചിലൊരു തണുപ്പ് പടരുന്നത് പോലെ അവൾ പതിയെ അല്പം പാല് കുടിച്ചു. മതി, അവൾ പറഞ്ഞു. ഓക്കേ. ഹർഷൻ ചിരിച്ചുകൊണ്ട് അവളുടെ ഇടത് കൈ പിടിച്ചുയർത്തി. കനി നെറ്റി ചൊളിച്ചു. അവൻ ആ ഗ്ലാസ്സിൽ അവളുടെ കൈ ചേർത്ത് വെച്ച് അവൻ്റെ ചുണ്ടോട് ചേർത്ത് ബാക്കി പാൽ മുഴുവൻ കുടിച്ചു. കനിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഹർഷൻ ഗ്ലാസ് ടേബിളിൽ വെച്ച് അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവളെ ബെഡിലേക്ക് ഇരുത്തി. കനി വിറച്ചുകൊണ്ട് ബെഡിൽ കൈ ചുരുട്ടി പിടിച്ചു. തുടരും.